ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മാറുന്ന സാഹചര്യത്തിൽ ന്യൂ ജനറേഷനിൽ ഡിസിപ്ലിൻ എങ്ങനെ ആയിരിക്കണം എന്നതിനെ കുറിച്ചാണ്. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഒരു പരിപാടിയുടെ നടത്താനായിട്ട് ഒരു സ്കൂൾ ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. ഞങ്ങൾ രണ്ടുപേരും സാധാരണ കണക്ക് തമാശകളൊക്കെ പറഞ്ഞു ഭയങ്കരമായിട്ട് ചിരിച്ച് സന്തോഷിച്ച് ഒരു ഹാപ്പിനെസ് മനസ്സിൽ എക്സ്പീരിയൻസ് ചെയ്ത് യാത്ര ചെയ്യാൻ നേരത്ത് ആ ബസ്സിൽ ബാക്കിലിരുന്ന ടീച്ചർ പറഞ്ഞ് ഈ ബസ്സിൽ മിണ്ടാൻ പാടില്ല, സംസാരിച്ച് കഴിഞ്ഞാൽ ഡ്രൈവറിന് ദേഷ്യം വരും. ഞങ്ങൾ പതുക്കെ നിശബ്ദരായിട്ട് ചുറ്റും നോക്കി. എല്ലാ കുട്ടികളും മിണ്ടുന്നില്ല, പേടിച്ച് വിറച്ചിങ്ങനെ ഇരിക്കുകയാണ്. ഒരു സൂചി വീണാൽ കേൾക്കുന്ന നിശബ്ദത. അപ്പോൾ എൻ്റെ ഫ്രണ്ട് പെട്ടെന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞ്, സ്കൂളിൽ വരുന്നത് വീട്ടിൽ സംസാരിക്കാനും കളിക്കാനും ആരും ഇല്ലാത്തതുകൊണ്ട് സംസാരിക്കാനും കളിക്കാനും ഇൻട്രാക്റ്റ് അല്ലേ. സ്കൂൾ ഈസ് എ പാർട്ട് ഓഫ് എ സൊസൈറ്റി വെയർ ഇൻട്രാക്ഷൻ ഹാസ് ടു ബി ബിഗിൻ ഇൻ എ ചിൽഡ്രൻസ് ലൈഫ് അല്ലേ. സോ ഇൻട്രാക്ട് ചെയ്യാൻ വീട്ടിലോ ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്നില്ല, സംസാരിക്കാൻ പറ്റുന്നില്ല, സ്കൂളിൽ മിണ്ടലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ ഇസ് ഇറ്റ് പോസിബിൾ. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് ചിന്തിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ഡിസിപ്ലിൻ അല്ല ഇന്ന് നമുക്ക് വേണ്ടത്. ഒരു കുട്ടി മൊബൈൽ എടുത്ത് വെച്ചതിൻ്റെ പേരിൽ പ്രിൻസിപ്പലിനോട് വയലൻ്റായിട്ട് പെരുമാറിയപ്പോൾ എല്ലാവരും ആ കുഞ്ഞിനെതിരെ വന്നു. ഒരിക്കലെങ്കിലും ആൾക്കാർ ചിന്തിച്ചോ ആ കുഞ്ഞ് എന്തുകൊണ്ടാണ് വയലൻ്റായിട്ട് പെരുമാറുന്നു? ആ വന്ന കമൻസുകളിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന കമൻറ്റ് ഏതായിരുന്നു? സ്കൂളിൽ നിന്ന് വടി അപ്രതീക്ഷിതമായത് കൊണ്ടാണ് ഈ പ്രശ്നം എന്നാണ്. സ്കൂളിൽ നിന്ന് വടി അപ്രതീക്ഷിതമായത് കൊണ്ടാണ് ഈ പ്രശ്നം. എനിക്ക് ചോദിക്കാനുള്ളത്, ഈ കമൻറ്റ് ഇട്ടവർ മൊത്തം കൈകളിലും കാലുകളിലും വലിയ ചുരുളുവടികൾ കൊണ്ട് വീട്ടിലും സ്കൂളിലും അടികൊണ്ട് വളർന്നവരല്ലേ നിങ്ങൾക്കുണ്ടായ കുഞ്ഞുങ്ങളല്ലേ ഇത്. സോ അടികൊണ്ട് വളർന്ന നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എന്തുകൊണ്ട് ഇത്ര വയലൻ്റ് ആവുന്നു, എന്തുകൊണ്ട് ഇത്ര അഗ്രസീവ് ആവുന്നു? ബിക്കോസ് നിങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി സപ്രസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അടിച്ചമർത്തപ്പെട്ടിട്ടുണ്ട്. ഒരു അഗ്നിപർവ്വതം പുകഞ്ഞ് ലാസ്റ്റ് എക്സ്പ്ലോഡ് ചെയ്യുന്ന പോലെ അടിച്ചമർത്തപ്പെട്ടിരിക്കുന്ന എല്ലാ ഇമോഷൻസും ഒരു ദിവസം എക്സ്പ്രസ് ചെയ്യപ്പെടുക തന്നെ ചെയ്യും. എന്താണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്? നമുക്ക് കിട്ടിയിട്ടുള്ളത് ഫിയറാണ് കിട്ടിയിട്ടുള്ളത് വളർച്ചയുടെ കാലഘട്ടത്തിൽ. എങ്കിൽ അത് ഈ അഗ്നിപർവ്വതം കണക്ക് അത് ദേഷ്യമായിട്ട് വയലൻസ് ആയിട്ട് ഒരിക്കലും ആ ജനറേഷനിൽ അല്ലെങ്കിൽ അടുത്ത ജനറേഷനിലേക്ക് പുറത്തേക്ക് വരും. നമുക്ക് എന്താണ് കിട്ടിയിട്ടുള്ളത്? മനോഹരമായ ജീവിതത്തെ ആസ്വദിക്കാൻ വേണ്ടി നമ്മളുടെ സന്തോഷം ഓരോ നിമിഷം എക്സ്പ്രസ് ചെയ്യാനായിട്ട് ഞാൻ ആരാണ് എന്താണോ ആ ഒരു അസ്തിത്വം, ആ ഒരു എക്സിസ്റ്റൻസ് ഉറക്കെ എല്ലായിടത്തും പറയാൻ വേണ്ടി നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളിൽ നിന്ന് വരുന്നത് എന്തായിരിക്കും? സന്തോഷമായിരിക്കും, സ്നേഹമായിരിക്കും, സമാധാനമായിരിക്കും, ഗ്രോത്ത് ആയിരിക്കും. സോ നമ്മളുടെ ഡിസിപ്ലിനും നമ്മളുടെ ചിന്തകളും നമ്മളുടെ പഠന രീതികളും ഇന്നത്തെ കാലഘട്ടത്തിൽ മാറ്റേണ്ട കാര്യമായി. ടെക്നോളജിക്കലി AI വന്ന കാലമാണ്, ടെക്നോളജിക്കലി ഹൈലി അഡ്വാൻസ്ഡ് ആണ്, ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും നമ്മളുടെ വിദ്യാഭ്യാസവും നമ്മളുടെ വിശ്വാസങ്ങളും നിൽക്കുന്നത് പഴയ കാലഘട്ടത്തിൽ തന്നെ. ഇതിനൊരു മാറ്റം വരുമ്പോൾ മാത്രമേ ഇന്ന് കാണുന്ന പ്രശ്നങ്ങൾക്കൊരു സൊല്യൂഷൻ ഉണ്ടാവത്തുള്ളൂ.